കാണാതായ റഷ്യൻ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. റഷ്യയിലെ കിഴക്കൻ മേഖലയായ അമൂറിലാണ് വിമാനം തകർന്നു വീണത്. 5 കുട്ടികൾ ഉൾപ്പെടെ 43 യാത്രക്കാരും 6 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ വിമാനം കാണാതാകുന്നത്. അതിനുശേഷം നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ റഷ്യയുടെ കിഴക്കൻ മേഖലയായ അമൂറിൽ നിന്നിപ്പോൾ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ വിമാനത്തിൽ 50ഓളം പേരുണ്ടായതായതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 43 പേർ യാത്രക്കാരും 7 പേർ ജീവനക്കാരും എന്നുള്ളതാണ്. ഇതിൽ 5 കുട്ടികളും ഉൾപ്പെടെ ഉള്ളവരാണ് ഈ ഒരു അപകടത്തിൽപ്പെടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്നത്. രാവിലെ അതായത് ചൈനയുടെ അതിർത്തി മേഖലയിലെത്തുമ്പോഴായിരുന്നു, അതായത് അതിർത്തി മേഖലയായിട്ടുള്ള ടിൻഡയിലേക്ക് എടുക്കുമ്പോഴായിരുന്നു ഈ റഡാറിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമായത്. പിന്നീട് വിമാനത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ലായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ അമൂർ മേഖലയിൽ നിന്നിപ്പോൾ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. വിമാനം തിരയുന്നതിനു വേണ്ടിയുള്ള ആവശ്യമായ ഏകോപനം അതിന് പിന്നാലെ ഉണ്ടായിരുന്നു. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുകയായിരുന്നു. അതായത് ടിൻഡ വിമാനത്താവളത്തിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള ഒരു ചെക്ക് പോസ്റ്റിലാണ് ഇത്തരത്തിൽ വിമാനം തകർന്നു വീണത്. അങ്കാര എയർലൈൻസിന്റെ AN-24 എന്ന വിമാനമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ 50ഓളം പേർ ഉണ്ടായതായിട്ടുള്ള ഒരു വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അഭിലാഷ്, ഇപ്പോഴും അങ്ങനെയെങ്കിൽ, അതായത് മിഥുനി സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് വിമാനം ഇറങ്ങുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പോ അല്ലെങ്കിൽ ചെറിയ ദൂരം മുമ്പോ ആണ് വിമാനം അപ്രത്യക്ഷമാകുന്നത് എന്നതായിരുന്നല്ലോ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നത്. ഇതിപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു വിമാനം എന്നുറപ്പിക്കുമ്പോൾ ഈ അപകടത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടോ മിഥുൻ? അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ അഭിലാഷ്. അതായത് നിലവിലെ സാഹചര്യത്തിൽ പൂർണ്ണമായും വിമാനം തകർന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഖബറോസ് ബ്ലാഗോവേഷ്കെ റൂട്ടിലൂടെ ടിൻഡ റൂട്ടിലൂടെ പറക്കുകയായിരുന്നു AN-24 എന്ന വിമാനം. അവസാന ലക്ഷ്യസ്ഥാനത്തിനടുത്തുള്ള സുരക്ഷാ പരിശോധനകൾ നടത്തുമ്പോഴായിരുന്നു ഇത്തരത്തിൽ റഡാറിൽ നിന്ന് ഈ വിമാനം പെട്ടെന്ന് പൊടുന്നനെ അപ്രതീക്ഷിതമാകുന്നത്. പിന്നീട് വിമാനവുമായി കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു. പൈലറ്റുമായി കോൺടാക്ട് ചെയ്യാൻ സാധിക്കാത്തൊരു പശ്ചാത്തലമായിരുന്നു. തുടർന്ന് വ്യാപക തെരച്ചിൽ നടത്തുകയായിരുന്നു ഈ മേഖലകളിൽ. അതായത് റഷ്യയുടെ കിഴക്കൻ മേഖലയിലേക്കായിരുന്നു ഈ ഒരു വിമാനം പറന്നു പോവുകയും ചെയ്ത ആ മേഖലകൾ കേന്ദ്രീകരിച്ച വ്യാപകമായ പരിശോധന തുടർന്ന് ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് ഇതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ആ മേഖലയിലേക്ക്, അതായത് ഒരു കാടേറിയ പ്രദേശമാണ്, അവിടേക്ക് ഏജൻസികളടക്കം, അതായത് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഏജൻസികളടക്കം അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ നാട്ടുകാരാണ് ഇത്തരത്തിൽ വിമാനം തകർന്നു വീണതായിട്ടുള്ള വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നത്. പിന്നീടാണ് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയത്. അതായത് കാണാതായിട്ടുള്ള AN-24 എന്ന വിമാനമാണ്, അങ്കാരയുടെ എയർലൈൻസിന്റെ വിമാനമാണ് ഇത് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ ഔദ്യോഗികമായി എത്തുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ 50 പേരായിരുന്നു ഇതിൽ യാത്രക്കാരായിട്ട് 43 പേരും 7 ജീവനക്കാരുമായിരുന്നു ഉണ്ടായത്. ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവർ മരണപ്പെട്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇനി വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും പൂർണ്ണമായും വിമാനം കത്തിക്കറിഞ്ഞ നിലയിലാണ് ഈ മേഖലയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്ത. 50 പേരടങ്ങിയ അങ്കാര എയർലൈൻസിന്റെ AN-24 എന്ന റഷ്യൻ വിമാനം അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ആ അപകടത്തിന്റെ വ്യാപ്തി അത്രത്തോളം വലുതാണ് എന്നുള്ളത് തന്നെയാണ്. രാവിലെയാണ് ഈ വിമാനം കാണാതാകുന്നത്. അതിന് പിന്നാലെ വ്യാപകമായ തെരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. തെരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് മിഥുൻ നൽകിയത്. ഇപ്പോൾ വിമാനം അവശിഷ്ടങ്ങൾ കണ്ടെത്തുമ്പോൾ വിമാനം അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്.